നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് നല്ലൊരു സ്ക്രബ്ബ് കൊടുക്കുക. നമ്മുടെ മുഖത്തിന് ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്കൊരു സ്ക്രബ് ആവാം. അപ്പോൾ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ ചുണ്ടിലും കൂടി സ്ക്രബ് ചെയ്താൽ നമ്മുടെ ചുണ്ടിലും കൂടി അതിൻ്റെ ഗുണം കിട്ടും. പിഗ്മെൻറ്റേഷനും പിന്നെ തൊലിയൊക്കെ ഇങ്ങനെ അടന്നു പോകാറായി നിൽക്കുന്നതൊക്കെ ഉണ്ടാവില്ലേ, മൂളിഞ്ഞിട്ട്, അങ്ങനെയുള്ളതിനൊക്കെ നല്ലൊരു ഗുണം കിട്ടും. സ്കിന്നിലാണെങ്കിലും നമുക്കൊരു സ്ക്രബ് ആവശ്യമാണ്. കാരണം നമ്മുടെ മൂക്കിൻ്റെ സൈഡിലുള്ളത് ഇവിടെയും ഇവിടെയൊക്കെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ ഉണ്ടാവും, അത് പോവും. പിന്നെ സ്കിന്നൊക്കെ എന്താ പറയുക, ഒരിഞ്ഞ് നിൽക്കുന്ന സ്കിന്നും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ പോവാതെ അങ്ങനെ നിൽക്കുന്നതും ഒക്കെ നമുക്ക് ഈ സ്ക്രബിലൂടെ നമുക്ക് നീക്കാൻ പറ്റും. നമ്മുടെ സ്കിന്നിന് നല്ലൊരു സോഫ്റ്റും നല്ലൊരു ഗ്ലോയും ഇതുവഴി നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എങ്ങനെയാണ് നല്ലൊരു സ്ക്രബ് ചെയ്യാമെന്ന് നോക്കുക. അതിന് മുന്നോടിയായിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടെന്ന് വെച്ചാൽ എൻ്റെ പേര് ദീപ എന്നാണ്. നിങ്ങൾ ചാനലൊക്കെ ഒന്ന് കണ്ടു നോക്കുക, വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുള്ളാണോ, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് വേണ്ടത് നോക്കിയിട്ട് വന്നാലോ. പ്രത്യേകിച്ച് വേറെ ഒന്നും വേണ്ട. ഒരു ബൗൾ എടുക്കുക, കാലി ബൗള്. നമുക്ക് ആവശ്യം, ഞാനിവിടെ പൊടിച്ച് വെച്ചിരിക്കുകയാണ് നമ്മുടെ മസൂർ ദാലാണ്. ഓറഞ്ച് കളറിലുള്ള പരിപ്പില്ലേ, ആ കുഞ്ഞി പരിപ്പ്, അത് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഭയങ്കര നൈസല്ല, കുറച്ച് തരിയായിട്ടാണ് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തരി ആവശ്യമുണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു അര സ്പൂൺ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു അര സ്പൂൺ നമുക്ക് ഇതിലേക്ക് എടുക്കാം. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് പഞ്ചസാരയാണേ. അപ്പോൾ പഞ്ചസാര നമുക്കിതുപോലെ കുറച്ച്, ഭയങ്കര വലിയ തരിയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒന്ന് പൊടിച്ചിടാം. ഞാനിപ്പോൾ ഇതാ അര സ്പൂൺ തന്നെയാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ വലിയ തരിയാണ്. വലിയ തരി എടുത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ സ്ക്രാച്ച് ആവും. അപ്പോൾ അത് സൂക്ഷിച്ച് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിലേക്ക് പഞ്ചസാര, ദാലും പരിപ്പ് പൊടിച്ചതും ഇട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം, ഞാനിത് മിക്സ് ചെയ്യണത് തൈരിലാണ്. നിങ്ങൾക്ക് വീട്ടിലുള്ള ഏത് ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് സൂട്ടാവുക. തക്കാളി ജ്യൂസ് നല്ലതാണ്, പാല് നല്ലതാണ്, റോസ് വാട്ടർ നല്ലതാണ്. നമ്മുടെ സ്കിന്നിന് ചേരണത് ഏതാണെന്ന് വെച്ചാൽ അത് വെച്ച് നമുക്ക് ഒന്ന് ചെയ്യാം. ഞാനിപ്പോൾ ഇത് തൈരുമല്ല മോരുമല്ല, വീട്ടിലുണ്ടാക്കുന്നതാണ്. അങ്ങനത്തെ ആ ഒരു പരുവത്തിലാണ്. ഇതാ കട്ട തൈരുമല്ല മോരുമല്ല കേട്ടോ, അങ്ങനെയാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു. കൈ വെച്ച് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം.
സ്ക്രബ് നമ്മൾ ചെയ്യുമ്പോഴുള്ള ഗുണം കണ്ടു. ചുണ്ടിലാണെങ്കിലും മുഖത്താണെങ്കിലും നമ്മുടെ ഡേറ്റായിട്ടുള്ള അഴുക്കുകളും നമ്മുടെ വൈറ്റ് അടിച്ചും ബ്ലാക്ക് അടിച്ചും ഒക്കെ പോവും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് മൊളിഞ്ഞ് കിടക്കണ സ്കിന്നൊക്കെ ഇങ്ങനെ ഒരു ജാതി കിടക്കണതെല്ലാം നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റായി ചെയ്യുമ്പോൾ അതെല്ലാം സ്ക്രബിൻ്റെ കൂടെ ഇങ്ങോട്ട് വന്നോളൂ, നമ്മൾ സ്ക്രബ് ചെയ്യണതിൻ്റെ കൂടെ. അപ്പോൾ നമ്മുടെ സ്കിൻ നല്ല ഉള്ളൊക്കെ പോയി നല്ല സോഫ്റ്റും ആവും. നല്ല മുഖത്തിന് നല്ലൊരു ഗ്ലോയും നല്ല പോലെ ക്ലിയർ ആയി കിട്ടാൻ നമ്മുടെ ഒരു പാർലറിലും പോകണ്ട, നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് നമ്മുടെ മുഖം ക്ലിയർ ആക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളൊക്കെ പോയി. ഇപ്പം ഞാൻ തുടച്ചെടുത്തു. ഇപ്പോൾ കണ്ടില്ലേ വ്യത്യാസം? നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സ്ക്രബ് ചെയ്യണതിന് മുമ്പും സ്ക്രബ് ചെയ്ത് കഴിഞ്ഞിട്ടും മുഖത്ത് വന്ന വ്യത്യാസം ഇതേപോലെ നിങ്ങൾക്കും വ്യത്യാസം വരും. കാരണം നമ്മുടെ സ്കിന്നിൽ നമ്മൾ എത്രയൊക്കെ കഴുകി നമ്മൾ എത്രയൊക്കെ വൃത്തിയാക്കി എന്ന് പറഞ്ഞാലും നമ്മുടെ സ്കിന്നിൽ അഴുക്ക് ഉണ്ടാവും, അടിഞ്ഞു കൂടി ഉണ്ടാവും. അപ്പോൾ അതെല്ലാം നമ്മൾ ഈ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മളൊരു 5 മിനിറ്റ് നല്ല സോഫ്റ്റായിട്ട് നമ്മൾ ഇങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ ആ അഴുക്കുകളെല്ലാം പോവുകയാണ്. നമ്മുടെ മൂക്കിലുണ്ടാവണ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതെല്ലാം റിമൂവ് ആവാൻ നമ്മളിത് സഹായിക്കും. അതുമാതിരി തന്നെ സ്കിൻ നല്ലൊരു ക്ലിയർ ആവും. കണ്ടില്ലേ? നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് നമ്മുടെ മുഖം നല്ല അടിപൊളിയാക്കാൻ പറ്റും കേട്ടോ. ഒരു ഫംഗ്ഷനോ കാര്യങ്ങളോ ഉണ്ടെച്ചാൽ നിങ്ങൾ ഇതുപോലെ ഒരു സ്ക്രബ് ചെയ്തിട്ട് നിങ്ങൾ അതന്നെ ആ പാക്ക് തന്നെ ഒരു 5 മിനിറ്റ് നിങ്ങൾ മുഖത്തിട്ട് കഴുകിക്കളഞ്ഞാൽ നിങ്ങൾക്ക് ഇരട്ടി ഗുണം കിട്ടും കേട്ടോ. അപ്പോൾ അത്രയും നല്ലൊരു പാക്കാണ്, സ്ക്രബാണ് ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്കിത് ഒത്തിരി ഇഷ്ടമായി, ഭയങ്കരമായിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.